ഈ പ്രദേശത്ത് മുഴുവൻ കളവുകൾ നടന്നുകൊണ്ടിരിക്കുക. അതായത് പിന്നെ വീടുകൾ കുത്തി തുറക്കുക, അതിൻ്റെ ജനൽപ്പാളികൾ എടുത്തുകൊണ്ട് പോകുക, വീടിൻ്റെ ഫ്രണ്ട് ഡോറുകൾ ഉണ്ടെങ്കിൽ ആ ഡോറുകൾ നല്ല വീടിൻ്റെ ഡോറുകൾ അഴിച്ചു കൊണ്ടുപോകുക. അതിപ്പോൾ രണ്ടുപേര് പിന്നെ പരാതി പോലീസിൽ കൊടുത്തതിൻ്റെ പേരിൽ CI ഡെയിലി വന്നുകൊണ്ടിരിക്കുകയാണ്. അവധിക്കാലമാണ്, എല്ലാവരും വെക്കേഷനായിട്ട് വയനാട്ടിലേക്ക് വരുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്ന സ്ഥലത്താണ്. അതായത് നമ്മളെ ചൂരൽമലയിലാണ് ഇപ്പോൾ ഈ പാലം നിൽക്കുന്നത്. നമ്മളെ മിലിറ്ററി അന്ന് ഉണ്ടാക്കിയ പാലാണ് അത്, അതുപോലെ തന്നെ ഇവിടെ നിൽക്കുന്നത്. നമ്മളിവിടെ വരുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ശരിക്കും ഇവിടെ നിന്ന് അങ്ങോട്ട് പ്രവേശനമില്ല. ഇതുവരെ മാത്രമാണ് നമുക്ക് വരാം. ഇവിടെ ഈ കാണുന്ന കാഴ്ചകൾ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ താണ്ടി അപ്പുറത്തേക്ക് പോകണമെങ്കിൽ ഈ പ്രദേശവാസികൾക്ക് മാത്രമാണ് ശരിക്കും അനുമതിയുള്ളൂ. അപ്പോൾ ഇവിടെ വരുന്നവരോട് റിക്വസ്റ്റ് ചെയ്യാനുള്ള എന്താ പറഞ്ഞാൽ, തീർച്ചയായിട്ടും നിങ്ങൾ വയനാട് വരണം. ഒന്ന് ഈ പ്രദേശം, ഈ അപകടം നടന്ന ഈ സ്ഥലങ്ങളൊക്കെ കാണും. എത്രത്തോളമാണ് ആ ദുരന്തം നമ്മളൊക്കെ എഫക്റ്റ് ചെയ്തതെന്നുള്ളത് ഇവിടെ വന്നാൽ തന്നെയാണ് നമുക്ക് മനസ്സിലാവുള്ളൂ.